ഡേ എവരി വൺ, നമ്മൾ ഈ വീഡിയോയിൽ യൂസർ ഗ്രൂപ്പും യൂസേഴ്സിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നോക്കുന്നത്. അതിനാദ്യം തന്നെ നമ്മൾ മെയിൻ മെനുവിൽ പോയി ജനറൽ സെറ്റിങ്സിൽ പോവുകയാണെങ്കിൽ അവിടെ യൂസർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് സെയിൽസ്, ഫൈനാൻസ് അങ്ങനെ പല യൂസർ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിതിൻ്റെ അകത്ത് ആദ്യം സെയിൽസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ സെയിൽസ് യൂസർ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ നമ്മൾ കസ്റ്റമേഴ്സിന് എന്തൊക്കെ പെർമിഷൻ സെയിൽസ് യൂസർ ഗ്രൂപ്പിന് കൊടുക്കണം എന്നുള്ളതാണ് കൊടുക്കുന്നത്. അതിനകത്ത് ഡിലീറ്റ് ഓപ്ഷൻ ഒഴികെ ബാക്കി എല്ലാ ഓപ്ഷനും കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സെയിൽസിൻ്റെ അകത്ത് സെയിൽസ്മാന് നമ്മൾ കൊട്ടേഷൻ്റെ എല്ലാ ഓപ്ഷനും കൊടുക്കുന്നുണ്ട്, ഡിലീറ്റ് ഒഴികെ. അതുപോലെ തന്നെ പ്രൊഫോമ ഇൻവോയ്സ് അടിക്കാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്, ഡിലീറ്റ് ഒഴികെ. അതുപോലെ തന്നെ ഇൻവോയ്സിൻ്റെ അകത്ത് ആഡ് ഇൻവോയ്സും ആഡ് എന്ന് പറയുന്നത് ആഡ് ഇൻവോയ്സും ആഡ് ഓർ എഡിറ്റ് ഇൻവോയ്സ് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്ന റിസീപ്റ്റ്സ് അടിക്കാനുള്ള ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഇൻവോയ്സിൻ്റെ ഉള്ളിൽ നിന്ന് ക്രെഡിറ്റ് നോട്ട് അടിക്കാനുള്ള ഓപ്ഷനാണ് ഈ ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്യാഷ് ഇൻവോയ്സ് അടിച്ചിട്ട് പേയ്മെൻറ്റ് അപ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അപ്രൂവ് പേയ്മെൻറ്റ്. വ്യൂ ഓൾ എന്ന് പറയുമ്പോൾ എല്ലാ സെയിൽസ്മാരും അടിച്ച ഇൻവോയ്സ് ഇദ്ദേഹത്തിന് കാണാം, ഈ യൂസർ ഗ്രൂപ്പിലുള്ളവർക്ക് കാണാൻ പറ്റും. നമുക്കത് ആവശ്യമില്ല. അതാത് യൂസേഴ്സ് സെയിൽസ്മാൻ അടിച്ച് അതാത് സെയിൽസ്മാൻ കണ്ടാൽ മതി എന്നുള്ളതാണ്. വ്യൂ കൊടുത്താൽ വ്യൂ ഓൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ സെയിൽസ്മാരും അടിച്ചാണ് ഈ സെയിൽസ് ഗ്രൂപ്പിലുള്ളവർക്ക് കാണാൻ പറ്റും. എഡിറ്റ്, കോപ്പി ചെയ്യാനുള്ള പെർമിഷൻ, അതുപോലെ പ്രിൻറ്റ്, ക്യാൻസലും ഡിലീറ്റും നമ്മളത് രണ്ടും എടുത്ത് കളയുന്നു. അതുപോലെ തന്നെ എല്ലാ റെസിപ്റ്റ്സും കാണാനുള്ള ഓപ്ഷൻ എടുത്ത് കളയുന്നു. അവനവൻ്റെ റെസിപ്റ്റ്സ് മാത്രം അവനവൻ കണ്ടാൽ മതി. റെസിപ്റ്റ്സ് അലോക്കേറ്റ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനും ഡിലീറ്റ് നമ്മൾ എടുത്ത് കളയുന്നു. അതുപോലെ റീഫണ്ടിൻ്റെ പെർമിഷൻസിൽ ഡിലീറ്റ് പെർമിഷൻ എടുത്ത് കളയുന്നു. ക്രെഡിറ്റ് നോട്ടിൻ്റെ ആണെങ്കിലും ഡിലീറ്റും ക്യാൻസലും എടുത്ത് കളയുന്നു. അതുപോലെ തന്നെ സർവീസസിൻ്റെ അതാണെങ്കിൽ സർവീസിൻ്റെ ആഡ് ചെയ്യാൻ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും കൊടുക്കുന്നില്ല നമ്മൾ. അതുപോലെ തന്നെ വൗച്ചേഴ്സിൻ്റെ അകത്ത് വൗച്ചേഴ്സുമായിട്ട് ഇവർക്ക് ബന്ധമില്ലാത്തതുകൊണ്ട് അത് അക്കൗണ്ട്സ് ടീം ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതും പെർമിഷൻ കൊടുക്കുന്നില്ല. മാസ്റ്റേഴ്സിൻ്റെ പെർമിഷനൊന്നും നമ്മൾ കൊടുക്കുന്നില്ല, അതെല്ലാം അഡ്മിനാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ യൂസർ ഗ്രൂപ്പും യൂസേഴ്സിന് ഉണ്ടാക്കാനുള്ള പെർമിഷൻ കൊടുക്കുന്നില്ല. റിപ്പോർട്ട്സ് ഏതൊക്കെ റിപ്പോർട്ട്സ് കാണാനുള്ള പെർമിഷൻ കൊടുക്കുന്നു. പിന്നെ അതേപോലെ തന്നെ സെറ്റിങ്സിൻ്റെ പെർമിഷൻ നമ്മൾ കൊടുക്കുന്നില്ല, സേവ് ചെയ്യുന്നു. പുതിയൊരു യൂസർ ഗ്രൂപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ മെയിൻ മെനുവിൽ ചെന്ന് ജനറൽ സെറ്റിങ്സിൽ യൂസേഴ്സിൽ പോകുന്നു. എന്നിട്ട് നമ്മൾ പുതിയൊരു യൂസർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഓൾറെഡി യൂസേഴ്സ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് അടുത്തടിക്കാൻ പറ്റാത്തത് നമ്മളിപ്പോൾ തൽക്കാലം ഇവിടെ അല്ലെങ്കിൽ ഒരു ആഡ് ബട്ടൺ വരും, ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 2-3 ഇല്ല, ഹൈഡ് ചെയ്ത് വെച്ചേക്കുവാണ് യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതുകൊണ്ടാണ് ഷോ ചെയ്യാത്ത. ഇപ്പോൾ നമുക്ക് തൽക്കാലം ഒരു യൂസറിനെ എഡിറ്റ് ചെയ്യാം. എന്നിട്ട് യൂസർ ഗ്രൂപ്പ് സെയിൽസിൻ്റെ യൂസർ ഗ്രൂപ്പ് കൊടുക്കാം. എന്നിട്ട് ആളുടെ പേര്, ലാസ്റ്റ് നെയിം, യൂസർ നെയിം എന്താണെന്നുള്ളത് കൊടുക്കാൻ പറ്റും. ഡെസിഗ്നേഷൻ, പാസ്വേഡുകൾ കൊടുക്കാനുള്ള ഓപ്ഷൻ ആഡ് ചെയ്യണതിൻ്റെ അകത്തുണ്ട്. എഡിറ്റ് ചെയ്യണതിൻ്റെ അകത്ത് പാസ്വേഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അതിന് പകരം ഇത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം റീസെറ്റ് പാസ്വേഡ്, ഒരു എംപ്ലോയി പാസ്വേഡ് മറന്നു പോവുകയാണെങ്കിൽ നമുക്ക് റീസെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, പുതിയ പാസ്വേഡ് അടിച്ച് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ യൂസറിനെ ഇനാക്ടിവേറ്റ് ചെയ്യണതാണ്, ഡീആക്ടിവേറ്റ് ചെയ്യുകയോ ഇനാക്റ്റീവ് ആക്കുകയും ചെയ്യുന്ന ഓപ്ഷനാണ് ഈ ഡിലീറ്റ് ബട്ടൻ്റെ ഐക്കണുള്ളത്. അതുപോലെ തന്നെ ഇതിനും ലിസ്റ്റ് വ്യൂവും ഗ്രിഡ് വ്യൂവും ഉണ്ട്, 2 ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ഇത് ലോഗ് ഔട്ട് ചെയ്തിട്ട് ആ യൂസറിൻ്റെ അകത്ത് ലോഗിൻ ചെയ്താൽ ആ യൂസറിൻ്റെ പെർമിഷനുള്ള കാര്യങ്ങൾ മാത്രമേ ആ യൂസറിന് കാണാൻ സാധിക്കുകയുള്ളൂ.